The information provided in this video is completely based on a professional advice. നമുക്ക് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം. അതിനുശേഷം സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഒരു ചെറിയ എക്സസൈസും കൂടെ പറഞ്ഞു തരാം. ഇത് ഭയങ്കര എഫക്റ്റീവാണ്. ആദ്യം തന്നെ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ടെൻഷൻ, പേടി, സങ്കടം, കുറ്റബോധം ഇതൊക്കെ കാരണം നമുക്ക് ഫിസിക്കലി ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, നമ്മുടെ കൈകളും കാലുകളൊക്കെ ഭയങ്കരമായിട്ട് വേർക്കുന്നു, നമുക്ക് ആങ്കർ ഇഷ്യൂസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് മസിൽ പെയിൻ ഉണ്ടാകുന്നു, ഭയങ്കരമായിട്ട് മസിൽസൊക്കെ വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നുന്നു. നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ് കാരണം നമുക്ക് ഫിസിക്കലി ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വെറീസ്, ആ ഒരു പേടി, വെപ്രാളം, ഇതിനെയൊക്കെയാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ചെറിയ ഒരു എക്സസൈസ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടെൻഷൻ അല്ലെങ്കിൽ ടൈറ്റ്നെസ്സിന് ഓൺ എ സ്കെയിൽ ഓഫ് 0 to 10, ഓക്കെ, 0 മുതൽ 10 വരെയുള്ള ഒരു സ്കെയിലിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ടെൻഷൻ ഉണ്ട് അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അങ്ങനെ ഒരു വാല്യൂ ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ സ്കെയിൽ എങ്ങനെയാണെന്ന് അറിയണം, ഏത് രീതിയിൽ ഇത് കമ്പയർ ചെയ്യണമെന്ന് അറിയണം, അങ്ങനെയൊന്നും അറിയണ്ട. ജസ്റ്റ് 0 മുതൽ 10 വരെയുള്ള ഒരു സ്കെയിലിലാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ടെൻഷന് നിങ്ങൾക്ക് എത്ര പോയിൻറ്റ്സ് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിൽ, എക്സ്ട്രീം ലെവൽ ഓഫ് ടെൻഷൻ ആണെങ്കിൽ 10, 9 ഒക്കെ കൊടുക്കാം. നേരെ മറിച്ചൊരു മീഡിയം ലെവലാണെങ്കിൽ 5, 4 ഒക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ടെൻഷനെ നിങ്ങൾ ഫ്രം എ സ്കെയിൽ ഓഫ് 0 to 10 ഒന്ന് റേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം നല്ല ഒരു ഡീപ്പ് ബ്രെത്ത് ഉള്ളിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതേപോലെ ശ്വാസം പുറത്തേക്ക് വിടുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഷോൾഡേഴ്സ് മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, ഷോൾഡേഴ്സ് അപ്പ് ആൻഡ് ഷോൾഡേഴ്സ് ഡൗൺ. നമ്മൾ ഇതേപോലെ റിലാക്സ്ഡ് ആയിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ സമയത്ത് നമുക്ക് കൈകളൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ കൈകളൊന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ആൻഡ് നമ്മൾ കൈകളൊന്ന് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് നമ്മൾ കൈകളൊന്ന് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് കൈകൾ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ജസ്റ്റ് നമ്മുടെ ബോഡി പാർട്സിന് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു, ബാക്കിലേക്ക് കൊണ്ടുപോയി, 2 സൈഡ്സിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ കൈകളൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്തേ, നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ കൈകളൊന്ന് ഷെയ്ക്ക് ചെയ്യുക, ഷെയ്ക്ക് യുവർ ആംസ്. ഓക്കെ, 2 കൈകളും നല്ലപോലെ ഷെയ്ക്ക് ചെയ്തു. ഇനി നമ്മുടെ കാലുകൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഓക്കെ, നല്ലപോലെ കാലുകളൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം, നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ഇളകണം. ഓക്കെ, നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുക. ഇനി അതിന് ശേഷം എഴുന്നേറ്റ് നിൽക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് കിടന്നുകൊണ്ടൊക്കെ വീഡിയോസ് കാണുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് എഴുന്നേൽക്കേണ്ട എന്നുള്ള മടിയൊക്കെ തോന്നും. അതൊക്കെ മാറ്റി വെച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ഓക്കെ, അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മളൊന്ന് സ്ട്രെയിറ്റൻ ചെയ്യുക, ഒന്ന് സ്റ്റഡി ആയിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നിൽക്കുക. ഓക്കെ, നമ്മുടെ ഹെഡൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയി വയ്ക്കുക. ഓക്കെ. ഇനി അതിന് ശേഷം നമ്മുടെ കാലുകൾ, നമ്മുടെ ഫീറ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതൊന്ന് ഫീൽ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫീറ്റ് ഇപ്പോൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്, അത് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെറിയ എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെൻഷൻ ഒന്നുകൂടെ ഒന്ന് റേറ്റ് ചെയ്ത് നോക്കിക്കുക. ഫ്രം 0 to 10, അതായത് നമുക്ക് ആ ഒരു മസിലിൻ്റെ ടൈറ്റ്നസ്, മൊത്തത്തിലുള്ള ആ ഒരു മസിൽ ടൈറ്റ്നസ്, സ്ട്രെസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഈ ഒരു സെക്കൻഡിൽ നമ്മളൊന്ന് റേറ്റ് ചെയ്യുക. ഫ്രം 0 to 10 എത്രയാണെന്നൊന്ന് നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൻഡ് ദിസ് ഈസ് ഫ്രം എ വെരി പ്രൊഫഷണൽ അഡ്വൈസ് പ്രകാരം ഞാൻ പറയുന്നതാണ്. ഞാൻ സ്വന്തമായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നതോ അല്ല, റെഫർ ചെയ്ത് കൃത്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷൻ്റെ ആ ഒരു സ്കെയിൽ ഇനി നമ്മളിപ്പോൾ രണ്ടാമതായിട്ട് 0 to 10 റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ റേറ്റ് ചെയ്ത് വെച്ചതിനേക്കാളും നമ്മുടെ സ്ട്രെസ്സ് ഉറപ്പായിട്ടും കുറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഇത്രയും ഹെൽപ്ഫുള്ളാണ് നമുക്ക് എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രെസ്സും ടെൻഷനൊക്കെ കുറക്കാൻ വേണ്ടി. ആൻഡ് ഞാൻ ഇതിന് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള മെഡിറ്റേഷൻ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ, എക്സസൈസ് ഒക്കെ ചെയ്താൽ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് ഉപകാരപ്പെടും എന്ന് തോന്നുന്നവർക്ക്, ഫ്രണ്ട്സ് ആയാലും ഫാമിലി മെമ്പേഴ്സ് ആയാലും ആർക്കായാലും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.